ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്റർ എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്തിരിക്കുകയെന്നറിയാം. അപ്പോൾ ഞാൻ നല്ല ഈസ്റ്റർ സദ്യ കഴിച്ചു. ഒരുപാട് വീട്ടിലെ ഫ്രണ്ട്സിൻ്റെ ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി ഇതിപ്പോൾ വീട്ടിലുള്ളത്. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. കുറേ സ്പെഷ്യൽസൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ മലയാറ്റൂർ പോയി വരുന്ന വഴിക്ക് അങ്കമാലി സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ വെറൈറ്റി ഫുഡൊക്കെ അടിച്ചിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ച്. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഏപ്രിൽ മാസത്തിൽ പെരുന്നാൾ, വലിയൊരു നോമ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാൾ വന്നു. നമ്മൾ പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. അത് കഴിഞ്ഞ് ഈസ്റ്റർ വന്നു, അതും നമ്മൾ തകർത്തു. അതിനിടയ്ക്ക് വിഷു തകർത്തു. ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വെക്കേഷൻ ഫിലിമായിട്ട് നമ്മൾ ആദ്യം വന്ന ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാനായിരുന്നു. എമ്പുരാൻ വന്ന സമയത്തിന് നമുക്കറിയാം, വരുന്നതിന് മുമ്പേ ഗംഭീര വിജയമായിട്ടൊന്നും വിടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയ അംഗീകാരം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. സെർവർ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചു പല തിയേറ്ററിലൊക്കെ. പല ഫ്രണ്ട്സും നമ്മൾ തിയേറ്റർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പല സ്ഥലത്തും ടിക്കറ്റ് കിട്ടാണ്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് സെർവർ ഇഷ്യൂസ് കാരണം. ഏകദേശം ഒരു 1 വീക്ക് ഉള്ള ടിക്കറ്റൊക്കെ മേജർ കേന്ദ്രങ്ങളിൽ പല തിയേറ്ററുകളിലും വിട്ടുപോയിട്ടുണ്ട്. തൃശ്ശൂർ രാഗത്തിലൊക്കെ 1 വീക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരുവിധം എല്ലാ തിയേറ്ററിലും തൃശ്ശൂർ 2-3 തിയേറ്ററിൽ അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും 50, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏകദേശം 35-40 ഷോ കളിച്ച ദിവസങ്ങളുണ്ട്. അപ്പോൾ അത്രയും എറണാകുളത്തെ എല്ലാ ജില്ലകളിലും. അപ്പോൾ പടം വലിയൊരു ഗ്രോസ് കളക്ഷൻ തന്നെ നേടി. 4 ദിവസം കൊണ്ട് റെക്കോർഡായി. പിന്നെ പറയണ്ട, ഇപ്പോൾ 20 ദിവസത്തോളമായി. പടം 27-ാം തീയതി ഇറങ്ങി. ഏകദേശം 30 ദിവസം എടുക്കുന്നു പടം. ഒരു വലിയൊരു ബിഗ് ബ്രേക്കിംഗ് മലയാള സിനിമയിൽ ചരിത്രം വീണ്ടും ലാലേട്ടൻ നികത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ 150 കോടി കൊണ്ടുവരാൻ നമ്മുടെ ലാലേട്ടൻ തന്നെ വേണ്ടി വന്നത്. ദൃശ്യം എന്നൊരു പടത്തിലൂടെ. അന്ന് തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്, മൾട്ടിപ്ലക്സുകളില്ല, സമയത്ത് ഒന്നടിച്ച് തീർത്തൊരു പടമാണ്. അതിനുശേഷം മലയാള ഇൻഡസ്ട്രിയിൽ 100 കോടി എന്നൊരു വിപ്ലവം കൊണ്ടുവന്നൊരു നടനും നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. പുലിമുരുകൻ അതിനുശേഷം 150 ലൂസിഫർ എന്നൊരു പടത്തിലൂടെ കൊണ്ടുവന്നു. അതിനുശേഷം മലയാള സിനിമയിൽ 100 കോടി സ്വപ്നം കാണാൻ തുടങ്ങി ഒരുപാട് പേര്. അത് 100 കോടിയിലെത്തി, 150-ലെത്തി. മഞ്ഞുമൽ ബോയ്സ് 200+ ക്രോസ് ചെയ്തു. ആ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തുള്ളത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിനിടയ്ക്ക് ഒരുപാട് ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. ലാലേട്ടൻ മമ്മൂക്ക ഈസ് എ ഗ്രേറ്റ് ആക്ടർ. പക്ഷെ ആൾക്ക് പല അച്ചീവ്മെൻറ്റുകൾ എത്തിപ്പിടിക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെയാണ് ആൾ 50 കോടിയൊക്കെ ലാസ്റ്റ് 3 വർഷം കൊണ്ട് 50 കോടി വരെ 100 കോടി വരെ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറു നല്ല ആക്ടറാണ്. പക്ഷെ അത് ആളുടെ കഴിവുകേടല്ല, ആൾ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ പല യുവനടന്മാരുടെ പടങ്ങളും ടീം വർക്കായിട്ട് വന്ന പടങ്ങൾ, 2018 പോലുള്ള പടങ്ങൾ, നെസ്റ്റിൻ്റെ പടങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്, മഞ്ഞുമൽ ബോയ്സും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 100 കോടി എന്നൊരു ഇത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നൊരു സംഭവം തന്നെ. ആൾ പറയും, നമ്മൾ നല്ല സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു, കോടികൾ വരുന്നത് എങ്ങനെയാണ്? നല്ല സിനിമ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ കയറുന്നു കാണുന്നു, അങ്ങനെയാണ് നല്ല സിനിമ വരുന്നതും ആളുകൾ കയറുന്നതും കളക്ഷൻ വരുന്നു. അപ്പോൾ മമ്മൂക്കയ്ക്ക് അത് വലിയ ആഗ്രഹമൊക്കെ തന്നെയാണ്, ഫാൻസിനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഫാൻ ഫൈറ്റ് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ കുറച്ചുകളെ കുറഞ്ഞിരിക്കുമെന്ന് തോന്നി എനിക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ അതല്ല. അപ്പോൾ ആദ്യം എമ്പുരാൻ വന്നു. ഗംഭീർ റെക്കോർഡ്, ഇന്നുവരെയുള്ള കളക്ഷനിൽ റെക്കോർഡാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് 10 ഒരു പടം കയറുന്നൊരു റെക്കോർഡും കൂടി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കറക്റ്റ് അപ്ഡേറ്റ് ഞാൻ അറിയില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ബാഹുബലി, KGF, കൽക്കി, അതുപോലെ തന്നെ RR പോലത്തെ പടങ്ങളൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. പ്രഭാസാണ് താരം. അതിൽ പിന്നെ ജയിലർ, വിജയ് പടമുണ്ട്, ലിയോ ഉണ്ട്. അപ്പോൾ അതിൽ ടോപ്പ് 10 വിട്ടിട്ടുണ്ടോ എന്നൊരു ന്യൂസ് കേട്ടു. അത് എത്രമാത്രം കറക്റ്റാണെന്ന് അറിയില്ല. സിനിമ നമുക്ക് ഫാൻ ഫൈറ്റൊക്കെ വിട്ടിട്ട് അത് വലിയ അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വന്നൊരു പടമാണ് ആലപ്പുഴ ജിംഖാന. അഗെയിൻ നമ്മുടെ ഖാലിദ് റഹ്മാൻ, നസ്ലിൻ, ഗണപതി, ഫുൾ ടീം തകർത്ത് കണ്ടു. ഞങ്ങൾക്ക് ഈ പടം 3 പ്രാവശ്യം കാണാൻ വരും. 2 പ്രാവശ്യം ഞാൻ കണ്ടു, ഒന്ന് ഫാമിലി, ഒന്ന് പേഴ്സ്. ഇവിടെ 3 പ്രാവശ്യം കണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ആലപ്പുഴ ജിംഖാന ഫസ്റ്റ് ഷോ കണ്ട് 2 ഫാമിലിക്ക് കാണിച്ചു കൊടുത്ത്. ഇന്നലെ ട്രിപ്പ് പോയി വരുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും ആ പടം തന്നെ കാണാം. പിന്നെ വേറെ സമയത്ത് ഷോ ഇല്ല, അങ്ങനെ വീണ്ടും കാണേണ്ടി വന്നു. എനിക്ക് 3rd ടൈം കണ്ട പടമാണ് ഞാൻ. പേഴ്സണലി ആ പടം എനിക്കൊരു 1 ടൈം എക്സ്പീരിയൻസ്. 2nd ടൈമും ഞാൻ കണ്ടിരുന്നു. 3rd ടൈം എനിക്ക് കുറച്ച് ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ടേക്ക് അത് 2 പ്രാവശ്യമൊക്കെ കാണാമെന്ന് മാത്രം. 1 ടൈം മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. അപ്പോൾ ആ പടം ഇന്നത്തെ 50 കോടിയിലേക്ക് എത്തുകയാണ്. കറക്റ്റ് അപ്ഡേറ്റ് അറിയില്ല, നോക്കേണ്ടി വരും. അപ്പോൾ അത് റെക്കോർഡിലേക്ക് പോവുകയാണ്. അതിന് ശേഷം ഞാൻ ആദ്യം കണ്ട് ബസൂക്ക കേട്ടോ അതിന് ഞാൻ ലാസ്റ്റ് പറയാൻ വെച്ചിട്ടാണ്. അന്ന് 10-ാം തീയതി ലാലേട്ടൻ നമുക്ക് പടം കേട്ട അടുത്ത പടം ഞാൻ കാണാറുള്ളൂ. അതും അന്ന് ഞാൻ ബസൂക്കയാണ് ആദ്യം കാണുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ നമ്മൾ അന്ന് തന്നെ മരണമാസം കണ്ടു. ഈ 2 പടങ്ങൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മരണമാസ് ഡാർക്ക് ഹ്യൂമറിൽ വന്ന പടമാണെങ്കിൽ കൂടി ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമായിട്ട് ലുലുന്ന പടം കാണുന്നത്. ഫുൾ ഫാമിലി ബേസിക് ഫാൻസൊക്കെ നമ്മൾ
ആൾ അങ്ങനെ മാറിയിരിക്കുന്നു. മലയാള സിനിമയുടെ ഒരു ഏടയാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളി ദിലീപിൻ്റെയൊക്കെ സ്പേസിലേക്ക് വന്ന ഒരാളെന്ന് തന്നെ ജനപ്രിയ നായകൻ, കുടുംബനാഥൻ, ഫാമിലി സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആംഗ്രി സ്റ്റാർ ഈ പടത്തിലും ഒരുപാട് റെഫറൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടു. അപ്പം അന്ന് രാവിലെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടം. എന്നാൽ ഈ പടം രണ്ടും നല്ല, ഇന്ന് നോക്കുന്ന സമയത്ത് പടം രണ്ടും ഹൗസ്ഫുള്ളാണ്. 6.25 ലക്ഷം, രാഗത്തിന് ഏകദേശം 80% ആളുണ്ട്. ബസൂക്ക എന്നൊരു പടത്തിന് ടിക്കറ്റ് സമൃദ്ധി കെടുക്കുകയാണ് ഈ വെക്കേഷൻ ദിനങ്ങളിൽ വരെ. പടം അത്ര മോശമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പടം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവിയാണ്. കുറേ നാൾ ഈ പടം ഇറക്കുന്നത്. ഈവൻ ഫാൻസുകാർ പോലും ഈ പടം പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഹാർഡ് കോർ ഫാൻസാണ് ഇവിടെ തല്ലുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പടമാണ്. ഇവർ സൈലൻ്റായിട്ട് വന്ന് അവർക്ക് തന്നെ ഉറപ്പുണ്ടാകുന്ന ഒരു ആവറേജിൽ നിൽക്കുന്നൊരു സാധനമാണ്. പിന്നെ ഒരു ക്ലൈമാക്സിൽ പടം ഇറങ്ങിപ്പോരുന്ന കുറച്ച് സമയം ഒരു ആവേശം കാണിച്ചുകൊണ്ട് നല്ല പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വന്നു. തിയേറ്ററുകളിൽ ആളില്ല, അതാണ് സത്യം. പടത്തിൻ്റെ അവസ്ഥയൊക്കെ ബോക്സ് ഓഫീസ് നമുക്കറിയാം. ഇതൊരു 20 കോടി ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് കുറേ പോസിറ്റീവ് സൈഡൊക്കെ പറയാറുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ പടം ഒരു വെക്കേഷനിൽ വന്നൊരു പടം, അത് പടത്തിൻ്റെ അഭാഗം തന്നെയാണ്. ഒരാൾ മമ്മൂക്കി ലാലേട്ടൻ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് പടം വിജയിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. തിരക്കഥ സംഭാഷണമൊക്കെ ചെയ്തിട്ട് ഡീനോ ഡേവിസൺ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് തല്ലുകൂടിയാലും അത് അങ്ങനെയാണ്. അപ്പോൾ മോഹൻലാലിനെ ഒരു പടത്തിന് ഇത്രയും വലിയ ഗ്രോത്ത് വരുന്ന സമയത്ത് അവിടെ വെറുതെ അടിയിൽ വന്നിട്ട് കുറേ പോസ്റ്റർ വിളിച്ചിട്ടൊക്കെ എന്ത് കാര്യം? കിക്കേറെ ഫോട്ടോയുള്ള ആൾക്കാരൊക്കെ വന്ന ആൾക്കാരാണ് തെറി വിളിക്കുന്നത്. ഇനിയിപ്പോൾ ആരാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നല്ല ഇക്ക ഫാൻസ് അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഒരു മലയാള ഫിലിമിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇക്ക ഫാൻസിന് എനിക്കറിയാം. തിരിച്ച് ലാലേട്ട ഫാൻസ് അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ലാലേട്ട ഫാൻസ് അത് ചെയ്യില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. പേഴ്സണലി ഒരുപാട് അറിയുന്ന ആളുകളുണ്ട്. അവരും മിണ്ടാണ്ടിരിക്കുള്ളൂ. അപ്പം ഇങ്ങനെ വരെ വിമർശിച്ചിട്ട് വരെ എന്തിനാ, അവർക്കറിയാം, കാര്യങ്ങളറിയാം, പിന്നെ എന്തെല്ലാം ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ ആ പടം അങ്ങനെ പോയി. ഇപ്പം ഇന്ന് വരെ ഹൗസ്ഫുൾ ഷോയാണ്. അപ്പോൾ അതിന് വേണം പിന്നെ ഒരു പടം കണ്ടാണ് ഗുഡ് ബാഡ് അഗ്ലി. അതും ഒരു ക്ലീഷ പടമാണ്, പക്ഷെ മാസമായിട്ട് എടുത്തു വെച്ചേക്കാണ്. പടം കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഫാൻ ബോയ്ക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ നമുക്ക് 2.5 മണിക്കൂർ നേരം തകർത്ത് കാണാൻ പറ്റിയൊരു സാധനം. ആ ടൈപ്പിലെങ്കിലും ഈ പടം ഇറക്കി വെച്ചെങ്കിൽ സംഭവം സെറ്റായിരുന്നു. പക്ഷേ ഈ ഗെയിമിങ്ങിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് പറയാൻ ശ്രമിച്ചെങ്കിൽ അതിൻ്റെ ഡയറക്ഷനിലൊക്കെ നല്ല പാടിച്ചതുണ്ട്, സ്ക്രിപ്റ്റിലൊക്കെ. അപ്പോൾ ഇനിവേ നമ്മൾ പടങ്ങൾ 4 പടങ്ങൾ നന്നായി കളിക്കുന്നു. ഇന്നും അത്യാവശ്യം ബസൂക്കയ്ക്ക് ആളുകളുണ്ട്. പക്ഷെ പടം പരാജയമാണ്, നിങ്ങൾ സമ്മതിച്ചേ പറ്റും. ലാസ്റ്റ് വന്ന പടമായാലും ലേഡീസ് പേഴ്സ് വന്ന പടമായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എനിക്ക് ഈ 2 പടം ഇഷ്ടപ്പെട്ടില്ല. അതിന് മുമ്പ് വന്ന എല്ലാ നമുക്ക് പടങ്ങളെ പോസിറ്റീവ് പറഞ്ഞ ആളാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. ഞാൻ എന്താണ് പ്രതീക്ഷിച്ച് വന്ന സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏത് പടം കാണാൻ പോകുമ്പോഴും ഞാനിപ്പോൾ ഈ ബസു കാണാൻ പോകുന്ന സമയം എനിക്ക് ഭയങ്കര പ്രതീക്ഷ കുറവ്, ഞാൻ എക്സ്പെക്റ്റേഷൻ എന്നിട്ട് വരെ നമുക്ക് കിട്ടിയിട്ടില്ലാന്ന്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് വെറുതെ വന്നിട്ട് ലാലേട്ടൻ നമ്മുടെ മലയാള സിനിമയുടെ 2 അഹങ്കാരങ്ങളാണ് ഈ മമ്മൂട്ടി മോഹൻലാൽ. നാളെ മമ്മൂക്കയ്ക്ക് 200-250 കിട്ടും, ഉറപ്പാ. 100 എന്തായാലും അടിച്ച് അടുത്ത പടത്തിൽ മോഹൻലാലായിട്ട് പടം എന്തായാലും 100 കോടി അടിക്കും. അതിനുശേഷം മമ്മൂട്ടിക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, ബിഗ്ബിയൊക്കെ വരുന്ന പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരും. മോഹൻലാലും മമ്മൂക്കൊക്കെ ഒരുപാട് സമയങ്ങളുണ്ട്. അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നൊക്കെ എത്ര യൂത്ത് നടന്മാർ വന്നാലും മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. ഇവർ ബോക്സ് ഓഫീസ് ചരിത്രം സൃഷ്ടിക്കാൻ അവരൊക്കെ തന്നെ വേണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട ചെറിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. അപ്പോൾ ഇനി ഫാൻ ഫൈറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അംഗീകരിക്കാൻ ശ്രമിക്കും. വെറുതെ വന്നിട്ട് കോമഡി ആക്കല്ല. ഇത് മലയാള സിനിമയുടെ അഹങ്കാരമാണ്, അംഗീകാരമാണ് ഈ 2 പേര്. അതുപോലെ തന്നെ ഈ റെക്കോർഡ്. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യൻ സിനിമയിൽ GCCയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയൊരു പടമായിട്ട് ഈ പടം മാറുകയും ചെയ്തു. അപ്പോൾ ഇനിയും OTTയിൽ വരികയാണ്, ഇനിയും വിപണന സാധ്യതകൾ എടുക്കുകയാണ്. അപ്പോൾ അതൊന്നാണ് നമ്മൾ മനസ്സിലാക്കാതെ അംഗീകരിക്കാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചില യൂട്യൂബേഴ്സ് ഉണ്ട്, എല്ലാ മമ്മൂക്ക പടങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് റിവ്യൂ, എസ്പെഷ്യലി കിഴിയാണ്. അവർക്ക് എല്ലാ പടങ്ങളും ഇഷ്ടമാവും. എന്നിട്ട് അവർ വന്നിട്ട് വെറുതെ ടാറടിക്കുന്നത് കാണാറുണ്ട്. അതൊക്കെ വെറുതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിരിക്കാനുള്ള പടം. ഈ പടമൊക്കെ ഇത് പോസിറ്റീവ് ഹൈപ്പ് കൊടുത്തില്ല അറിയും. ഇപ്പോൾ ഈ പടത്ത് തള്ളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോസ്റ്റർ വിവാദം, പ്രീ സെയിലിംഗ് ഉൾപ്പെടെയാണ് ആ പോസ്റ്റർ വിവാദം വന്നുള്ളത്. അതൊക്കെ മനസ്സിലാക്കാണ്ട് വെറുതെ 10 റിവ്യൂ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ റീച്ചുള്ള ചാനലുകളൊക്കെ ആകുമ്പോൾ ചെയ്യുന്ന മോശമാണ്. ഇൻഡസ്ട്രിക്ക് തന്നെ നെഗറ്റീവ്. അവരിതിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. ഇൻഡസ്ട്രിക്ക് തന്നെ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കണം. പടത്തിനെ വിമർശിക്കാൻ കാര്യങ്ങളൊക്കെ അവർക്കതിൽ എന്തെങ്കിലും റോളുടെ കളക്ഷൻ്റെ കാര്യത്തിൽ ആരോടെ പറയണേ, എന്താ പറയണമെന്നൊക്കെ ചോദിക്കേണ്ടി. അതന്നെ എന്താ നിങ്ങൾ പറയണത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇനിയും മാറ്റങ്ങൾ വരും. ഇനി പടം കളിക്കും. എല്ലാ പടങ്ങളും വിജയിക്കട്ടെ. ബസൂക്കയും മുടക്കുമുതലൊക്കെ തിരിച്ചു കിട്ടാൻ പറ്റട്ടെ. ഈ വെക്കേഷൻ സമയമാണ്. അതുപോലെ ബാക്കിയുള്ള പടങ്ങളൊക്കെ റെക്കോർഡിലേക്ക് പോവുകയാണ്. 25-ാം തുടരും വരുന്നവരെ പടം ഇവിടെ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. എല്ലാ പടങ്ങളും വിജയിക്കട്ടെ. അതുപോലെ നമ്മുടെ മലയാള സിനിമയിൽ പുതിയ വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ആ മേഖലയിലൊന്നും അതൊക്കെ മോശം നേടിയിട്ട് വരട്ടെ. ഒരുപാട് പേര് ആ മേഖലയിൽ ഇപ്പോഴും അതായിട്ട് റിലേറ്റഡ് ആയിട്ട് ആളുകളുണ്ട്. ഒരുപാട് പേര് പൊങ്ങി വരുന്നുണ്ട്. എന്തായാലും നല്ലതിനാണത്. കാരണം ഇൻഡസ്ട്രിയിൽ ഒരു ഗ്രോത്ത് വരുമ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ തുടച്ചു നീക്കപ്പെടുക തന്നെ വേണം. അപ്പോൾ അതൊരു തുടക്കം എന്ന രീതിയിലാണ് നമ്മളും കാണുന്നത്. ഒരുപാട് വിവാദങ്ങൾ കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പോൾ നല്ലതിനാണ്. എല്ലാ ഇൻഡസ്ട്രി സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച്
എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കും, പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് വേണ്ട. ഇപ്പം എല്ലാവരും ഇപ്പോൾ അസോസിയേഷൻ അമ്മയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഷെൻടോൺ ചോക്കാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. കൂടുതൽ വിൻസി അലോഷ്യസിൻ്റെ കയ്യിലേക്ക് പോകുന്നില്ല. അപ്പം എല്ലാ പടങ്ങളും കാണുക, ഈ 4 പടങ്ങളും കാണുക. നിങ്ങൾ എല്ലാ പടങ്ങളും സപ്പോർട്ട് ചെയ്യുക, ഫാൻ ഫൈറ്റ് ഒഴിവാക്കുക, നല്ല പടങ്ങൾ അംഗീകരിക്കുക. നമ്മുടെ ഇൻഡസ്ട്രി മാറ്റത്തിൻ്റെ പാതയിലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫാൻ ഫൈറ്റ് ഒഴിവാക്കുക കാര്യത്തിലെങ്കിൽ. നാളെ നിങ്ങൾക്കും എല്ലാവർക്കും 100, 200, 300 വരിക, യാതൊരു സംശയമില്ല. ഈ മഹാമാരി 2 മഹാമാരിയുള്ള കാലത്തോളം മലയാള സിനിമ ഇനി വേറെ ട്രാക്കിൽ തന്നെയാണ്. പുതിയ പുതിയ ആളുകൾ അപ്ഡേറ്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പം എനിവേ ഇതൊരു വീഡിയോ ആക്കണം തോന്നി. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ് മലയാളം ഇൻഡസ്ട്രി. ഹാപ്പി ഈസ്റ്റർ. ബൈ, ഗേഷ്.